സാധാരണ നമ്മൾക്ക് ഒരു ഇമേജ് എന്തെങ്കിലും ഒരു ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ സെർച്ച് ചെയ്ത് എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും. എന്നാൽ നമ്മളെ കീബോർഡ് തന്നെ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഇമേജും സെർച്ച് ചെയ്ത് എടുത്ത് എവിടെ നിന്ന് സെൻഡ് ചെയ്യുക. ഒരു അടിപൊളി ട്രിക്ക്, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട നല്ല സുഖമുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിൻ്റെ മുൻപ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ, സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷനാണ് റിവ്യൂ ചെയ്യാവുന്നൊരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള സ്പെഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ, ടെക് പരമായിട്ടുള്ള അറിവുകളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക് ബോർഡ് എന്ന് പ്ലേ സ്റ്റോറിൽ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എഗ്രി എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ആക്സസ് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡയറക്റ്റ് നമ്മളെ കീബോർഡ് സെറ്റിങ്സിലാണ് പോവുക. അവിടെ പിക് ബോർഡ് എന്നത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എനേബിളായി. ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യുകയല്ല. ഇനി നമുക്ക് ബാക്ക് വരാം. ഞാൻ ഇപ്പം വാട്സപ്പ് തുറന്നിട്ട് ഒരു സെർച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നിരിക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്പേസ് ബാറില്ലേ, സ്പേസ് ബാറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമ്മുടെ കീബോർഡ് ചേഞ്ച് ഓപ്ഷൻ വരും. അവിടെ പിക് ബോർഡ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പിക് ബോർഡ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇമേജുകൾ കിട്ടും. അത് ഇഷ്ടമുള്ള ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് കീബോർഡ് വേണമെങ്കിൽ സ്പേസ് ബാറിൻ്റെ താഴെ ഇവിടെ ഒരു ഇൻറ്റു ഐക്കണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതങ്ങ് പോവും. അല്ലെങ്കിൽ സെർച്ച് ബാറിലൊന്ന് ടച്ച് ചെയ്താലും പോവും. അപ്പം ഈ ആപ്ലിക്കേഷനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ താഴെ കമൻ്റായിട്ടൊന്ന് എഴുതിയിട്ടേക്ക്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.